സീക്വൻസ് ആൻഡ് സീരീസിൽ വളരെ കുറച്ച് കൺസെപ്റ്റുകൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. ഒരു ജി പി അല്ലെങ്കിൽ ജോമെട്രി പ്രോഗ്രഷൻ മാത്രമേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ജി പിൻ്റെ ജനറൽ ഫോം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലുണ്ടാവുക: എ ഇൻറ്റു ആർ, എ ഇൻറ്റു ആർ സ്ക്വയർ, എ ഇൻറ്റു ആർ ക്യൂബ്, ഈ രീതിയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഫസ്റ്റ് ഒരു നമ്പർ ഉണ്ടാവും. നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ഒരു നമ്പർ ആഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 എടുത്തു, 4 നമുക്ക് ആഡ് ചെയ്ത് പോവാം, 7, 11, 15. ഇതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഒരു പർട്ടിക്കുലർ നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. ഇപ്പോൾ 2 എടുത്തു സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ ഇൻറ്റു 3 ചെയ്തു, 6 കിട്ടി. വീണ്ടും ഇൻറ്റു 3 ചെയ്തു, 18 കിട്ടി. വീണ്ടും ഇൻറ്റു 3 ചെയ്തു, 54 കിട്ടി. ഓക്കെ, ഈ രീതിയിൽ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ നമ്പർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് ജി പി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജനറൽ ഫോം ഇങ്ങനെ എഴുതിയത്. എയിൽ സ്റ്റാർട്ട് ചെയ്യണു, ഒരു തവണ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണു, 2 തവണ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ജി പിൻ്റെ ജനറൽ ഫോം. അപ്പോൾ അതിൽ ഈ സ്റ്റാർട്ടിംഗ് ടേമിനെ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയും. 6 എന്ന നമ്പറിനെ നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയും. അപ്പോൾ ഈ രണ്ടെണ്ണം മാത്രമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുള്ളൂ. ഇനി നിങ്ങൾ ഓരോ എക്സാമ്പിൾസ് കാണിച്ചു തരുമ്പോൾ എങ്ങനെയാണ് എയും ആറും കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി ഇവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിളിൽ എ എന്തായിരിക്കും? എ ഈക്വൽ ടു 2 ആയിരിക്കും. ആർ എന്തായിരിക്കും? ആ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന നമ്പറാണ് ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിയർ ആണ്. ആർ ഈക്വൽ ടു 3. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ എടുക്കാം. ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 10. ആർ എന്തായിരിക്കും? 10 ഇൻറ്റു 2 ആണ്, 20 ഇൻറ്റു 2 ആണ് 40, 40 ഇൻറ്റു 2 ആണ് 80. അപ്പോൾ ആർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ആറ് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷനാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സിമ്പിളാണ്. നമ്മൾ ഇവിടെ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിരുന്നത്? 7 - 3 ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ 11 - 7 ചെയ്താൽ മതിയായിരുന്നു. അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുമായിരുന്നു. ഇവിടെ എന്തായിരിക്കും? അപ്പോൾ ഡിഫറൻസ് അല്ല, കോഷ്യൻ്റ് അഥവാ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6/2 3 അല്ലേ, 18/6 3 അല്ലേ. അപ്പോൾ 6 കാണാനുള്ള ഏറ്റവും നല്ല വഴി A2/A1 ആണ്. A3/A2 ചെയ്താലും മതി. ജനറലായിട്ട് പറയുകയാണെങ്കിൽ AN+1/AN എന്നൊക്കെ പറയാം. അതായത് അടുത്തടുത്തുള്ള രണ്ടെണ്ണത്തിൻ്റെ കോഷ്യൻ്റ് അത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതും ഇവിടെ നിന്ന് പഠിച്ചു വെക്കണം. കോമൺ റേഷ്യോ കാണാൻ ഉള്ള ഇക്വേഷൻ A2/A1 അല്ലെങ്കിൽ A3/A2 എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ജി പികളും കൂടെ നോക്കാം. 3ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പെട്ടെന്ന് നമുക്ക് ജി പി ആയിട്ടൊന്നും തോന്നില്ല, പക്ഷേ ജി പി ആണ്. ഓക്കെ, 3√2 6, 6√2 12 പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇതിൽ എ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, A ഈക്വൽ ടു 3 ആണ്. ആർ എന്താ വരിക? 3√2 ആണ് സെക്കൻഡ് ടേം. ഓക്കെ, അപ്പോൾ 3√2/3 ചെയ്യാം. 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയി, √2 ആയിരിക്കും നമ്മുടെ കോമൺ റേഷ്യോ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന പോലെയാണിത്. √2 × 3√2 ചെയ്ത് കഴിഞ്ഞാൽ √2 2 ആയി പോവും. അപ്പോൾ 3 × 2 6. ഓക്കെ, എഗെയിൻ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെയാണ് ജി പി പോകുന്നത്. അപ്പോൾ 6ഉം എയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ അടുത്ത എക്സാമ്പിളിൽ A1 ആണ് വരിക, പിന്നെ 1/2 ആയി, പിന്നെ 1/4 ആയി. ഫ്രാക്ഷനാണ്, അപ്പോൾ കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ 6 എന്താ വരിക നോക്കി നോക്കാം. കാണുമ്പോൾ തന്നെ അറിയാം 1നെ 1/2 ആക്കാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവുക? 1/2 കൊണ്ടായിരിക്കും. ഇനി പെട്ടെന്ന് കത്താത്തവർക്ക് ചെയ്ത് നോക്കാം. A2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1/2/1 1/2 തന്നെ. ഈ കേസിൽ ഇത് നോക്കി നോക്കുക, 10 എഗെയിൻ 10 വീണ്ടും 10. അപ്പോൾ ഇതും ജി പി തന്നെയാണ്. അവിടെ ഫസ്റ്റ് ടേം 10 ആണ്, കോമൺ റേഷ്യോ എന്താ വരിക? 10നെ 10 ആക്കാൻ ഇൻറ്റു 1 ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം 10/10 1. അപ്പോൾ ഇതും ജി പി തന്നെയാണ്, വേണമെങ്കിൽ കോൺസ്റ്റൻറ്റ് ജി പി എന്നൊക്കെ പറയാം. ഇനി അടുത്തത് 2 0.2 0.02 ഇത് ഡെസിമലാണ്. ഇതിൽ എ എന്ന് പറഞ്ഞാൽ 2 ആണ്. കോമൺ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് 0.2 ഡിവൈഡ് ബൈ സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം. 0.2 ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമൽ അല്ലേ, അത് നമുക്ക് ഡെസിമൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുകളിലും താഴെ ഇൻറ്റു 10 ചെയ്യാം. ഒറ്റ ഡെസിമൽ അല്ലേ ഉള്ളൂ. അപ്പോൾ 0.2 × 10 എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക. 2 × 10 20 വരിക. 2/10 എന്ന് പറഞ്ഞാൽ 2/20 പറഞ്ഞാൽ 1/10. ഓക്കെ, അപ്പോൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ആയിരിക്കും. ഈ രീതിയിൽ 6 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾ ആകെ 4 ഇക്വേഷനോളം
ഇതിലാകെ പഠിക്കുന്നുള്ളൂ. അടുത്തത് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ nth ടേം കാണാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ? dn + f - d എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? ഇവിടെ അതുപോലെ nth ടേം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. സിമ്പിൾ ഇക്വേഷനാണ്, ഇത്ര പോലും ലെങ്ത് ഇല്ല. ഇവിടെ നമ്മൾ ജനറൽ ഫോം ഇങ്ങനെ പറഞ്ഞു, AR AR² AR³ നമുക്കതൊന്ന് ഓരോന്നോരോന്നായിട്ട് എഴുതി വെക്കാം. അതായത് ഫസ്റ്റ് ടേം A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A തന്നെ, സെക്കൻഡ് ടേം A2 എന്ന് പറഞ്ഞാൽ AR A × R, A3 തേർഡ് ടേം എന്ന് പറഞ്ഞാൽ A × R² ഒരാറും കൂടെ ആയി, A4 പറഞ്ഞു കഴിഞ്ഞാൽ AR³. അങ്ങനെയാണെങ്കിൽ A5 എന്താവുമെന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്താ വരിക? AR⁴ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ nth ടേം എന്താ വരിക? നിങ്ങൾ ഈ പാറ്റേൺ ശ്രദ്ധിച്ചോ? തേർഡ് ടേം ആകുമ്പോൾ 2 R, ഫോർത്ത് ടേം ആകുമ്പോൾ 3 R, ഫിഫ്ത്ത് ടേം ആകുമ്പോൾ 4 R. അങ്ങനെയാണെങ്കിൽ nth ടേം ആകുമ്പോൾ ഒരെണ്ണം കുറവല്ലേ എപ്പോഴും? ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 4, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 3. അപ്പോൾ n ആണെങ്കിൽ AR⁻n - 1. എന്നേക്കാൾ ഒന്ന് കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ nth ടേമിനുള്ള ഫോർമുല. സിമ്പിളാണ്. nth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? A × R⁻n - 1. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്ക് പവർ ഇല്ല കേട്ടോ, ആറിന് മാത്രമേ പവറുള്ളൂ. ഇതൊന്ന് വൃത്തിയായി പഠിച്ചു വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A100 എന്തായിരിക്കും വരിക? എന്താ വരിക? 100th ടേം A × R⁻99. ഇത്രയേ ഉള്ളൂ. എത്രാമത്തെ ടേമാണോ കാണേണ്ടത് അതിനേക്കാൾ ഒന്ന് കുറവായിരിക്കും ആറിൻ്റെ പവർ. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി ചാപ്റ്ററിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് സമ്മ് കാണാനുള്ളത്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ചെയ്തിരുന്ന പോലെ ജോമെട്രിക് പ്രോഗ്രഷനിൽ നമ്മൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഓക്കെ, അതിനെ ഞാൻ 3 കേസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ കേസ് 2 കേസ് 3 തന്നെയാണ്. കേസ് 1 നിങ്ങളൊരു 1 മാർക്കുള്ള ക്വസ്റ്റൻ ആയിട്ട് വന്നു അത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് സം ടു n ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ്, അതാണ് SN എന്ന് പറഞ്ഞാൽ. സിമ്പിളൊക്കെ അത് തന്നെ. SN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് n ടേംസ്. സപ്പോസ് ആറിൻ്റെ വാല്യൂ, അതായത് കോമൺ റേഷ്യോ 1 ആണെന്ന് കരുതാം. അപ്പോൾ എല്ലാ ടേം എന്തായി പോവും? A × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A തന്നെ, വീണ്ടും A തന്നെ, വീണ്ടും A തന്നെ. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ n ടേംസ് എഴുതുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ A ഉണ്ടായിരിക്കും? n ടൈംസ് അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ n ടൈംസ് A ആഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ SN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n × A ആയിരിക്കും. കാരണം എല്ലാ ടേംസും A ആവുമല്ലോ R = 1 ആണെങ്കിൽ. അപ്പോൾ R = 1 ആണെങ്കിൽ സം ടു n ടേംസ് n ആയിരിക്കും. ഇനി R<1 ആകുമ്പോൾ എന്താണ്? R>1 ആകുമ്പോൾ എന്താണ്? ഇത് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നത് നല്ലത്. ശരിക്കും ഒറ്റൊന്ന് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ സെപ്പറേറ്റ് പഠിക്കുകയാണ് നല്ലത്. ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, R<1 ആണെങ്കിൽ A × 1 - R⁻n / 1 - R. R>1 ആണെങ്കിൽ A × R⁻n - 1 / R-1. ഇത് നിങ്ങൾ എങ്ങനെ വന്നു എന്ന് അറിയണമെന്നില്ല, ജസ്റ്റ് ബൈ ഹേർട്ട് ചെയ്താൽ മതി. എഴുതി പഠിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആറിന് മാത്രമേ ഉള്ളൂ കേട്ടോ പവർ n വരിക. ഓക്കെ, ഒരിക്കലും എൻ്റെ പവർ പുറത്ത് കൊണ്ടുപോയി ഇടുകയൊന്നും ചെയ്യരുത്. ഓക്കെ, അപ്പം അത് നല്ല വൃത്തിയായി എഴുതി പഠിക്കുക. ഇതാണ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലകൾ സമ്മ് കാണാനുള്ളത്. തെറ്റാതെ എഴുതി പഠിക്കുക. R<1 ആകുമ്പോൾ പാറ്റേൺ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. 1 - R⁻n മുകളിൽ താഴെ 1 - R. greater-1 ആകുമ്പോൾ R⁻n - 1 മുകളിൽ താഴെ R-1. ഫൈനലായിട്ട് ചെറിയൊരു ഫോർമുലയും കൂടെ ഉണ്ട്. ജോമെട്രിക് മീൻ ഓഫ് 2 നമ്പേഴ്സ് A and B. നമുക്ക് നോർമലി അറിയാം അരിത്തമെറ്റിക് മീൻ കാണാം. 2 നമ്പേഴ്സ് തന്നു കഴിഞ്ഞപ്പോൾ 10 ഉം 20 തന്നു. അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശരാശരി ആവറേജ് 10 + 20/2, അതായത് 15 ആയിരിക്കും. അത് നമുക്ക് കാണാൻ അറിയാം. അരിത്തമെറ്റിക് മീൻ നമുക്ക് കാണാനുള്ള ഇക്വേഷൻ A + B/2 ആണെന്ന് അറിയാം. ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, 2 നമ്പേഴ്സിൻ്റെത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ആഡ് ചെയ്യുകയല്ല ചെയ്തത്, ഇവിടെ നിങ്ങൾ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണാം. ഈ ഇക്വേഷൻ കൂടെ പഠിച്ച് വയ്ക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, 2 നമ്പേഴ്സിൻ്റെ ജോമെട്രിക് മീൻ പറഞ്ഞു കഴിഞ്ഞാൽ √A × B ആയിരിക്കും. ഇത്രയും ഇക്വേഷൻസേ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ആകെ പഠിച്ച് വെക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, ഇനി പ്രോബ്ലംസ് നോക്കി നോക്കാം.